ഇത് എക്സസൈസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 11.1 എന്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മാക്സിമം ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? മിനിമം വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ് മിനിമം വേവ് ലെങ്തും കണ്ടുപിടിക്കണം. മാക്സിമം ഫ്രീക്വൻസി മിനിമം വേവ് ലെങ്തും കണ്ടുപിടിക്കണം. പ്രൊഡ്യൂസ്ഡ് ബൈ 13 കിലോ വോൾട്ട് ഇലക്ട്രോൺസ്. ഒരു എക്സ്ട്രാഡ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ എത്ര 13 കിലോ വോൾട്ട് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഫ്രീക്വൻസി നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തുവാടാ? ഫ്രീക്വൻസി ന്യൂ അല്ലേ? ന്യൂ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതുപോലെ വേവ് ലെങ്ത് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? E ഈസിക്കൽ ടു എച്ച് ന്യൂ. E ഈസിക്കൽ ടു എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? ഇവിടെ നമുക്ക് ന്യൂ ഈസിക്കൽ ടു എന്തെന്ന് പറയാം? ഇത് എ ക്വസ്റ്റ്യൻ ആണ്. ന്യൂ ഈസിക്കൽ ടു എന്തെന്ന് പറയാം? E ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയാം. അറിയാലോ? ഇവിടെ 13 കിലോ വോൾട്ട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിനെ എന്താണ് എനർജി ആക്കണമെങ്കിൽ എന്ത് വേണം? എനർജി ഈസിക്കൽ ടു എന്താണ്? ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പൊ ഇ ഇൻറ്റു വോൾട്ട് എത്രയാണ്? 13 കിലോ വോൾട്ട്. അപ്പൊ 13 ഇൻറ്റു 10⁻³ വോൾട്ട് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ അല്ലേ? ഇനി ഇയുടെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻90 ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 10⁻⁴ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എച്ചിന്റെ വാല്യൂ എത്രയാ? 6.6 ഇൻറ്റു 10⁻⁻34. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 7.24 ഇൻറ്റു 10⁻18 ഹെർട്സ് എന്ന് കിട്ടും. 7.24 ഇൻറ്റു 10⁻18 ഹെർട്സ് എന്ന് കിട്ടും. എന്താണ്? ഫ്രീക്വൻസി. അപ്പൊ മാക്സിമം ഫ്രീക്വൻസി കിട്ടി എത്രയാ? 7.24 ഇൻറ്റു 10⁻18 ഹെർട്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? കാരണം മാക്സിമം ഫ്രീക്വൻസി കഴിയുമ്പോൾ ഇത് മാക്സിമം എനർജി മാക്സ് EV0 നമ്മൾ എടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റിനോട്ട് പോവാം. എന്തോ ചോദിച്ചിട്ടുള്ളത്? മിനിമം വേവ് ലെങ്ത്. ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്തുവാടാ? ന്യൂ ഈസിക്കൽ ടു എന്താ മക്കളെ? C ബൈ ലാംഡയാണ്. ന്യൂ ഈസിക്കൽ ടു C ബൈ ലാംഡയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ന്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്ന് പറയാലോ? പറയാം. അപ്പൊ ഫ്രീക്വൻസി മാക്സിമം ആകുമ്പോൾ അവിടെ വേവ് ലെങ്ത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പൊ ഈ കേസിൽ തന്നെ വേവ് ലെങ്താ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? ന്യൂ ഈസിക്കൽ ടു C ബൈ ലാംഡയാണ്. അവിടെ നിന്ന് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ ഈസിക്കൽ ടു C ബൈ ന്യൂ എന്ന് എഴുതാം. ഇനി സിയുടെ വാല്യൂ എത്രയാടാ? 3 ഇൻറ്റു 10⁻8 ആണ് അല്ലെ? സിയുടെ വാല്യൂ എത്രയാണ്? 3 ഇൻറ്റു 10⁻8 ആണ്. ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്ര കിട്ടി? 7.24 ഇൻറ്റു 10⁻18 ഹെർട്സ് എന്ന് കിട്ടി. 7.24 ഇൻറ്റു 10⁻18. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4.14 ഇൻറ്റു 10⁻11 മീറ്റർ എന്ന് കിട്ടും. 4.14 ഇൻറ്റു 10⁻11 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിന് എന്തിൽ പറയാം? നാനോമീറ്ററിൽ പറയണമെങ്കിൽ എങ്ങനെ പറയാം? 0.0414 നാനോമീറ്റർ എന്ന് പറയാം. 0.0414 നാനോമീറ്റർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മാക്സിമം ഫ്രീക്വൻസിയും കിട്ടി, മിനിമം വേവ് ലെങ്തും കിട്ടും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11.2. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇത് വർക്ക് ഫംഗ്ഷൻ ഓഫ് CCM മെറ്റൽ ഈസ് 2.14 ഇലക്ട്രോൺ വോൾട്ട്. വർക്ക് ഫംഗ്ഷൻ എത്ര തന്നിട്ടുണ്ട്? 2.14 ഇലക്ട്രോൺ വോൾട്ട് ആണ് CCത്തിന്. When light of frequency 6 into 10⁻14 Lux is incident on metal surface, photo emission of electrons occurs. അതായത് 6 into 10⁻14 Hz ഉള്ള ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു? ആ ഒരു മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഫോട്ടോ എമിഷൻ നടക്കുന്നുണ്ട്. എങ്കിൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? മാക്സിമം കൈനറ്റിക് എനർജി എമിറ്റഡ് ഇലക്ട്രോൺസിന്റെ കണ്ടുപിടിക്കണം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം, മാക്സിമം സ്പീഡും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നും ഇത് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാക്സിമം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ കൈനറ്റിക് എനർജി മാക്സിമം ഐൻസ്റ്റീൻ ഇക്വേഷൻ വെച്ച് KE max ഈസിക്കൽ ടു നമുക്ക് എന്ത് പറയാം? hν മൈനസ് 50 എന്ന് പറയാം. ഓക്കെ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? hν മൈനസ് 50 അല്ലേ? അപ്പൊ hനാണ് നമുക്ക് ഇടാം 6.6 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു 6 ഇൻറ്റു 10⁻40 ഡിവൈഡഡ് ബൈ ഇതിനെ എന്തിലാക്കണം? നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലാക്കണം. അപ്പൊ 1.6 ഇൻറ്റു 10⁻⁻9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. മൈനസ് 50യുടെ വാല്യൂ എത്രയാ? 2.14 ഈസിക്കൽ ടു ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.485 എന്ന് കിട്ടും. 2.485 മൈനസ് എത്ര കിട്ടും? 2.14 ഈസിക്കൽ ടു എത്ര കിട്ടും? 0.345 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി എത്ര കിട്ടി? 0.345 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? കണ്ടുപിടിക്കാം. ബി പാർട്ട് എന്താ മക്കളെ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ കൈനറ്റിക് എനർജി മാക്സ് ഈസിക്കൽ ടു എന്താണ്? EV0 ആണ്. ഇവിടുന്ന് V0 അല്ലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസിക്കൽ ടു എത്ര കിട്ടും? K ഡിവൈഡഡ് ബൈ E എന്ന് കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. K എത്രയാണ്? 0.345 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? E അല്ലേ? E എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്ര കിട്ടും?
0.345 വോൾട്ട് എന്ന് കിട്ടും. എത്ര കിട്ടി മക്കളെ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0.345 വോൾട്ട്. ഇനി നമുക്ക് സി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താ സി പാർട്ടിൽ ചോദിച്ചത്? മാക്സിമം സ്പീഡ് ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്, മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ കൈനറ്റിക് എനർജി ഈസിക്കൽട്ട് ഇക്വേഷൻ എന്താ നമ്മൾ വേറെ പഠിച്ചിട്ടുള്ള ഹാഫ് എം വി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇവിടുന്ന് വി സ്ക്വയർ ഈസിക്കൽട്ട് എത്ര കിട്ടും? 2k/m എന്ന് കിട്ടും. വി സ്ക്വയർ ഈസിക്കൽട്ട് 2k/m എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് 2 ഇൻറ്റു കെ എത്രയാണ്? 0.345 ആണ്. അത് ഇലക്ട്രോൺ വോൾട്ടിലല്ലേ? അതിനെ എന്തിലാക്കാം? ജൂളിലാക്കാം. അപ്പൊ 345 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻90 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ് ഇലക്ട്രോണിന്റെ? 9.1 ഇൻറ്റു 10⁻31. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.1104 ഇൻറ്റു 10⁻12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? വി സ്ക്വയർ ഇത്രയും കിട്ടും. അവിടുന്ന് വി ഈസിക്കൽട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 3.3 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 3.3 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടി, അതുപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കിട്ടി, അതുപോലെ തന്നെ എന്ത് കിട്ടി? മാക്സിമം കൈനറ്റിക് എനർജിയും കിട്ടി. 3 ക്ലിയർ അല്ലേ? ഇവിടെ ഏതൊക്കെ ഇക്വേഷൻ നോട്ട് ചെയ്യണം? ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നോട്ട് ചെയ്യണം, അതുപോലെ കൈനറ്റിക് എനർജി ഈസിക്കൽട്ട് EV0 എന്നുള്ള ഇക്വേഷൻ നോട്ട് ചെയ്യണം. കാരണം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കൈനറ്റിക് എനർജി ഈസിക്കൽട്ട് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷനെ നോട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11.3. ഇത് ഫോട്ടോ ഇലക്ട്രിക് കട്ട് ഓഫ് വോൾട്ടേജ് ഇൻ എ സർട്ടൻ എക്സ്പെരിമെന്റ് ഈസ് 1.5 വോൾട്ട്. അപ്പം എന്താ ഈ 1.5 വോൾട്ട് എന്ന് തന്നിട്ടുള്ളത്? നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുള്ളത് അല്ലേ? വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ ഇലക്ട്രോൺസ് എമിറ്റഡ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, മാക്സിമം കൈനറ്റിക് എനർജി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി മാക്സ് ഈസിക്കൽട്ട് എന്താണ്? EV0 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? 1.5 ഈസിക്കൽട്ട് എത്ര കിട്ടും എനിക്ക്? 2.4 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടൂടെ? മാക്സിമം കൈനറ്റിക് എനർജി എത്രയെന്ന് കിട്ടും? 2.4 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ മാക്സിമം കൈനറ്റിക് എനർജിയാണ് ഇത്. ഇതല്ല ഇലക്ട്രോൺ വോൾട്ടേജ് പറയണത് ഇങ്ങനെ പറയുന്നത് 1.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. 1.5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11.4. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് തന്നിട്ടുണ്ട്. എത്രയാ? 632.8 നാനോമീറ്റർ. അപ്പൊ നമുക്ക് എഴുതാം ലാംഡ ഈസിക്കൽട്ട് എത്രയാ മക്കളെ? 632.8 നാനോമീറ്റർ. ഇനി മീറ്ററിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 632.8 ഇൻറ്റു 10⁻⁻9 മീറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഹീലിയം നിയോൺ ലേസർ. ദ പവർ എമിറ്റഡ് ഈസ്, പവർ എത്രയാണ്? പവർ ഈസിക്കൽട്ട് 9.42 M വോൾട്ട് ആണ് അല്ലേ? ഓക്കെ, ഇതിനെ എനിക്ക് വാൾട്ടിലാക്കി എന്ത് ചെയ്യണം? 9.42 ഇൻറ്റു 10⁻³ വാൾട്ട്. അപ്പൊ എനിക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? ഇത് ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാർട്ട് വീതം ചെയ്യാം. എ പാർട്ടിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എനർജി. ഫൈൻഡ് ദ എനർജി ആൻഡ് മൊമെന്റം ഓഫ് ഈച്ച് ഫോട്ടോൺ ഇൻ ദ ലൈറ്റ് ബീം. അതായത് ആ ലൈറ്റ് ബീമിലെ ഓരോ ഫോട്ടോണിന്റെ എനർജിയും മൊമെന്റവും കണ്ടുപിടിക്കാനാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എനർജി കണ്ടുപിടിക്കാം. എനർജി ഓഫ് എ ഫോട്ടോൺ ഈ ഈസിക്കൽട്ട് എന്ത് ഇക്വേഷൻ? H ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ HC/λയാണ്. H അല്ലെങ്കിൽ HC/λയാണ്. ഇവിടെ ലാംഡയാണ് തന്നിട്ടുള്ളത്. അപ്പൊ Hന്റെ വാല്യൂ എത്രയാണ്? 6.6 ഇൻറ്റു 10⁻34 ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാണ്? 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ ലാംഡ എത്ര കിട്ടൂടാ? 632.8 ഇൻറ്റു 10⁻⁻9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 632.8 ഇൻറ്റു 10⁻⁻9. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ എനിക്ക് 3.141 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് കിട്ടും. 3.141 ഇൻറ്റു 10⁻⁻19 ജൂൾ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എനർജി എനിക്ക് കിട്ടി. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റം കണ്ടുപിടിക്കണം അല്ലേ? എ പാർട്ട് ക്വസ്റ്റ്യൻ തന്നെ മൊമെന്റം കണ്ടുപിടിക്കണം. മൊമെന്റം ഈസിക്കൽട്ട് എന്താണ്? H/λയാണ്. ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ വെച്ച് ലാംഡ ഈസിക്കൽട്ട് H/P ആണ്. അവിടുന്ന് P ഈസിക്കൽട്ട് എന്ത് കിട്ടാം? H/λയാണ്. H എത്രയാണ്? 6.626 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ്? 632.8 ഇൻറ്റു 10⁻⁻9 ഈസിക്കൽട്ടു. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമോടാ? ഇത് ചെയ്യുമ്പോൾ എനിക്ക് 1.047 ഇൻറ്റു 10⁻27 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും.
കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? മൊമെന്റവും കിട്ടി. അപ്പൊ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്തായടാ? ക്ലിയർ ആയി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ബി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്തോ ബി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്? How many photons per second on the average arrive at a target irradiated by this beam? അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. n/t ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞത് n/t ഈക്വൽ ടു എന്ത് ഒരു ഇക്വേഷൻ? P ഡിവൈഡഡ് ബൈ h nu. h nu എന്ന് പറഞ്ഞാൽ എന്താ? എനർജി അല്ലേ? അപ്പൊ P ഡിവൈഡഡ് ബൈ എനർജി എന്ന് എഴുതാം. ഇനി P എത്രയാണ്? പവർ എത്രയാണ് തന്നിട്ടുണ്ട്? 9.42 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 9.42 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ എനർജി. എനർജി കണ്ടുപിടിക്കണം. എനർജി ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? 3.141 ഇൻറ്റു 10⁻90. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 3 ഇൻറ്റു 10⁻16 ഫോട്ടോൺസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എത്രയാണ്? 3 ഇൻറ്റു 10⁻16 ആണ്. ഓക്കെ അല്ലേ? അതും ക്ലിയർ ആയി. അപ്പൊ എനിക്ക് ബി പാർട്ട് ക്വസ്റ്റ്യനും ക്ലിയർ ആയി. ഇനി എന്തിലാണ്? സി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ ഫാസ്റ്റ് ഡസ് എ ഹൈഡ്രജൻ atom how to travel in order to have the same momentum as that of the photon? അതായത് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൈഡ്രജൻ ആറ്റത്തിന് ഫോട്ടോണിന്റെ തന്നെ സെയിം മൊമെന്റം ആണെങ്കിൽ അതിന് എത്ര ഫാസ്റ്റ് ട്രാവൽ ചെയ്യണമെന്ന്, അതായത് അതിന്റെ വെലോസിറ്റി എത്ര, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൊമെന്റം സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. മൊമെന്റം ഓഫ് ഹൈഡ്രജൻ എന്തിന് ഈക്വൽ ആണ്? മൊമെന്റം ഓഫ് ഫോട്ടോണിന് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് മൊമെന്റം ഓഫ് ഹൈഡ്രജൻ എത്ര കിട്ടിയടാ? പി ഓഫ് ഹൈഡ്രജൻ ഈസിക്കൽ ടു എത്ര കിട്ടി? 1.047 ഇൻറ്റു 10⁻27 എന്ന് കിട്ടി. ഇനി മൊമെന്റം ഈസിക്കൽ ടു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റി അല്ലെ സ്പീഡ്. അപ്പൊ വെലോസിറ്റി ഈസിക്കൽ ടു എന്ത് ചെയ്താ? മൊമെന്റം ഡിവൈഡഡ് ബൈ മാസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1.047 ഇൻറ്റു 10⁻27 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ പറഞ്ഞേ? ഹൈഡ്രജന്റെ മാസ് എത്ര വരും? ഒരു പ്രോട്ടോണിന്റെ മാസ് എടുത്ത് 1.66 ഇൻറ്റു 10⁻27. ഓക്കെ അല്ലേ? ഇവിടെ ഈ 10⁻27 എന്ത് ചെയ്യും? രണ്ടിടത്തും കട്ട് ചെയ്ത് പോയിട്ട് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 0.621 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 0.621 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് എന്താ ഹൈഡ്രജന് എന്താ ഫോട്ടോണിന്റെ സെയിം മൊമെന്റം വരണമെങ്കിൽ ഹൈഡ്രജൻ എത്ര സ്പീഡിൽ പോകണോടാ? 0.621 മീറ്റർ പെർ സെക്കൻഡിൽ പോകണം. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് എന്താണ് ഹൈഡ്രജന്റെ സ്പീഡുമായി നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡുമായി അതുപോലെ തന്നെ എന്തായി എനർജി മൊമെന്റും കണ്ടും പിടിച്ചു. ഓക്കെ അല്ലേ? ഇവിടെ ഏതൊക്കെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു? E ഈസിക്കൽ ടു hc/λ ഉപയോഗിച്ചു. P ഈസിക്കൽ ടു h/λ ഉപയോഗിച്ചു. n/t ഈസിക്കൽ ടു P ഡിവൈഡ് ബൈ h nu എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. ഇനി മൊമെന്റം P ഈസിക്കൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ അല്ലേ? ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11.5. In an experiment on photoelectric effect, the slope of the cutoff voltage versus frequency of incident light is found to be 4.12 into 10⁻15 volts second. Calculate the value of Planck's constant. അപ്പൊ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ലോപ്പ് ഓഫ് കട്ട് ഓഫ് വോൾട്ടേജ് വേഴ്സസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് കട്ട് ഓഫ് വോൾട്ടേജ് വേഴ്സസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അവിടെ y/x എടുത്താൽ y/x അല്ലേ സ്ലോപ്പ്. ആ y/x എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? കട്ട് ഓഫ് വോൾട്ടേജ് V0 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ V0 ബൈ ന്യൂവിന്റെ വാല്യൂ ആണ് ഇത്ര തന്നിട്ടുള്ളത്. 4.12 ഇൻറ്റു 10⁻⁻15 എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത് എഴുതിയത് മനസ്സിലായോടാ? അവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. അപ്പൊ ആ dy/dx ആണ് എന്ത്? V0 ബൈ ന്യൂ എന്ന് തന്നിട്ടുള്ളത്. അത് എത്രയാണ്? 4.12 ഇൻറ്റു 10⁻15 ആണ് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാ? 6.6 ഇൻറ്റു 10⁻34 ആണെന്ന് അറിയാം. എങ്കിൽ ഇവിടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം എനർജിയുടെ ഇക്വേഷൻ ആണ് h nu, അതുപോലെ തന്നെ ഇലക്ട്രോൺ വോൾട്ടും. അപ്പൊ h nu ഈസിക്കൽ ടു എന്ത് എഴുതാം? EV എന്ന് എഴുതാം. ഇവിടെ h ഈസിക്കൽ ടു എന്ത് എഴുതാം? E ഇൻറ്റു V ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഈ V എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് ആണ്. അപ്പൊ എനിക്ക് ഈയുടെ വാല്യൂ എത്രയാ? 1.6 ഇൻറ്റു 10⁻19 ആണ്. ഇൻറ്റു V ബൈ ന്യൂവിന്റെ വാല്യൂ എത്രയാ? ഇവിടെ തന്നിട്ടുണ്ട് 4.12 ഇൻറ്റു 10⁻15 ആണ്. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? ഇത് ചെയ്യുമ്പോൾ 6.592 ഇൻറ്റു 10⁻13 ജൂൾ സെക്കൻഡ് എന്ന് കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെഴുതുന്നത്? 6.6 ഇൻറ്റു 10⁻13 ജൂൾ സെക്കൻഡ് എന്ന് എഴുതുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 11.6.
The threshold frequency for a certain metal is 3.3 into 10 raised to 14 hertz. അപ്പൊ ത്രഷോൾഡ് ഫ്രീക്വൻസി µ0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 3.3 into 10 raised to 14 ഹെർട്സ് ആണ്. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഇഫ് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി വന്ന് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട് 8.2 into 10 raised to 14 hertz. ഓക്കെ അല്ലേ? is incident on the metal, predict the cut-off voltage for the photoelectric emission. Photoelectric emission നടക്കാനുള്ളത് cut-off voltage എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ എന്ത് അപ്ലൈ ചെയ്യണം? നമ്മുടെ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി മാക്സിമ കെ മാക്സ് ഈസിക്കൽ ടു എന്തെന്ന് പറയാം? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞുകൂടെ? പറയാം. ഇവിടെ നിന്ന് കെ മാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇ വി സീറോ എന്ന് എഴുതാം. ഇ വി സീറോ ഈസിക്കൽ ടു എച്ച് ഇൻറ്റു എന്തെഴുതാം? ന്യൂ മൈനസ് ന്യൂ സീറോ. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വി സീറോ ഈസിക്കൽ ടു എന്തെഴുതാടാ? എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ഡിവൈഡഡ് ബൈ ഇ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി എച്ചിന്റെ വാല്യൂ എത്രയാ? 6.626 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു ന്യൂ എത്ര വരും? ന്യൂ എന്ന് പറയുമ്പോൾ 8.2 ഇൻറ്റു 10 raised to 40 മൈനസ് ന്യൂ സീറോ എത്രയാണ്? 3.3 ഇൻറ്റു 10 raised to 40. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10 raised to minus 90. ഓക്കെ അല്ലേ? ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 6.626നെ 6.6 എന്ന് എടുക്കാം. 6.6 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു 8.2 മൈനസ് 3.3 എത്ര കിട്ടും? 8.2 മൈനസ് 3.3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ? 4.9 എന്ന് കിട്ടും. അപ്പോൾ 4.9 ഇൻറ്റു 10 raised to 14 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10 raised to minus 90. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2.0292 വോൾട്ട് എന്ന് കിട്ടും. 2.0292 വോൾട്ട് എന്ന് കിട്ടും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ്. അപ്പൊ നമുക്ക് കട്ട് ഓഫ് വോൾട്ടേജ് എത്രയെന്ന് കിട്ടിയടാ? 2.0292 വോൾട്ട് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഏതൊക്കെ ഇക്വേഷൻ നോട്ട് ചെയ്യണം? നമ്മുടെ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നോട്ട് ചെയ്യണം. ഇ വി സീറോ ഇസിക്കൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. അതുപോലെ തന്നെ കെ മാക്സ് ഇസിക്കൽ ടു എന്ത് വരും? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11.7. The work function for a certain metal is 4.2 electron volt. അപ്പൊ പൈ സീറോയുടെ വാല്യൂ എത്രയും മക്കളെ? 4.2 electron volt ആണ്. Will this metal give photoelectric emission for incident radiation of wavelength 330 nanometer? 330 നാനോമീറ്റർ വേവ് ലെന്തിന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എന്താണ് എനർജി കണ്ടുപിടിക്കണം അല്ലെ? പൈ സീറോ തന്നിട്ടുണ്ട്. ഈ ലാംഡയിൽ വരുന്ന ആ ഒരു ഇതിന്റെ എനർജി കണ്ടുപിടിക്കണം. അപ്പൊ ഇ ഈസിക്കൽ ടു എന്താ ഇക്വേഷൻ? ഇ ഈസിക്കൽ ടു ഇൻസിഡന്റ് ഫോട്ടോന്റെ എനർജി കണ്ടുപിടിക്കാൻ ഇ ഈസിക്കൽ ടു എച്ച് സി ബൈ ലാംഡയാണ്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എത്ര കിട്ടും? എച്ച് എത്രയാണ്? 6.626 ഇൻറ്റു 10 raised to minus 34 ആണ്. ഇൻറ്റു സി എത്രയാണ്? 3 ഇൻറ്റു 10 raised to 8 ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ്? 330 നാനോമീറ്റർ അല്ലേ? അപ്പൊ 330 ഇൻറ്റു 330 ഇൻറ്റു 10 raised to minus 9. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 ഇൻറ്റു 10 raised to minus 19 ജൂൾ എന്ന് കിട്ടും. ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10 raised to minus 19 ചെയ്യും. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 3.76 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 3.76 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ നോക്കിയടാ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3.76 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി എനർജി അല്ലേ? അപ്പൊ ആ എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് ലെസ് ദാൻ എന്താ? അത് ലെസ് ദാൻ ആണ് ആരെക്കാളും. ഈസ് ലെസ് ദാൻ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. നമ്മുടെ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷനെ വെച്ച് നോക്കുമ്പോൾ അതെന്താണ്? കുറവാണ്. ഈസ് ലെസ് ദാൻ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. ഓക്കെ അല്ലേ? അപ്പൊ വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവായിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യില്ലടാ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. therefore no photoelectric emission takes place. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ത് ചെയ്യില്ല? നടക്കത്തില്ല. no photoelectric emission takes place. Question number 11.8. Light of frequency 7.21 into 10 raised to 14 hertz is incident on a metal surface.
അതായത് ലൈറ്റിന്റെ ഫ്രീക്വൻസി എത്രയാണ് 7.21 ഇൻറ്റു 10⁻14 ഹെർട്സ് ആണ്. അത് എന്ത് ചെയ്യുന്നു, ഒരു മെറ്റൽ സർഫസിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് അറ്റ് എ മാക്സിമം സ്പീഡ് ഓഫ് 6 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ് ആർ ഇജക്റ്റഡ് ഫ്രം ദ സർഫസ്. അപ്പൊ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എത്ര സ്പീഡ് 6 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എന്ത് ചെയ്യുന്നു, ഇജക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഫോർ ഫോട്ടോ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലെ µ0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം, ഹാഫ് mv² ഈസിക്കൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് µ0 എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. ഇവിടുന്ന് mv²/2h ഈസിക്കൽ ടു എന്തെന്ന് പറയാം, ന്യൂ മൈനസ് µ0 എന്ന് പറയാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്തുവാ, µ0 ആണ്. അപ്പൊ µ0 ഈസിക്കൽ ടു എന്ത് കിട്ടും, ന്യൂ മൈനസ് mv²/2h എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ന്യൂവിന്റെ വാല്യൂ എത്രയാ, 7.21 ഇൻറ്റു 10⁻14 മൈനസ് മാസിന്റെ വാല്യൂ എത്രയാ, മാസ് എത്രയാ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു സ്പീഡ് എത്രയാണ് 6 ഇൻറ്റു 10⁵ അല്ലേ, അപ്പൊ 6 ഇൻറ്റു 10⁵ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എച്ചിന്റെ വാല്യൂ എത്രയാണ് 6.6 ഇൻറ്റു 10⁻34. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 7.21 ഇൻറ്റു 10⁻14 മൈനസ് ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 2.472 ഇൻറ്റു 10⁻14 കിട്ടും. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പോൾ 4.738 ഇൻറ്റു 10⁻14 ഹെർട്സ് എന്ന് കിട്ടും. µ0 ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ എത്ര കിട്ടും, 4.738 ഇൻറ്റു 10⁻14 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11.9. Light of wavelength 488 nanometer is produced by an argon laser which is used in the photoelectric effect. When light from this spectral lines is incident on the emitter, the stopping cutoff potential of photoelectrons is 0.38 volt. Find the work function of the material from which the emitter is made. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാടാ 488 നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് മീറ്ററിലൊക്കെ എന്ത് ചെയ്താൽ മതി, 488 ഇൻറ്റു 10⁻⁻9 മീറ്റർ. ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്ര തന്നിട്ടുണ്ട്, V0 ഈസിക്കൽ ടു 0.38 വോൾട്ട് ആണ് അല്ലെ. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണ്, 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ ആണ്. അപ്പൊ V0 ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, 0.38 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ട്രാൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ്, 6.6 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഇനി ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം 1.6 ഇൻറ്റു 10⁻⁻19 സ്പീഡ് ഓഫ് ലൈറ്റ് C എത്രയാണ്, 3 ഇൻറ്റു 10⁻8. അതൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വർക്ക് ഫംഗ്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എന്താ മക്കൾ കണ്ടുപിടിക്കേണ്ടത്, വർക്ക് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വഴി നമുക്ക് പറയാം ഈ V0 ഈസിക്കൽ ടു hc/λ മൈനസ് 50 എന്ന് പറയാമല്ലോ. ഇവിടുന്ന് 50 ഈസിക്കൽ ടു എന്ത് പറയാം, അതായത് 50 ആണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ ഈസിക്കൽ ടു hc/λ മൈനസ് V0 എന്ന് പറയാം. ഇനി എച്ചിന്റെ വാല്യൂ എത്രയാ, 6.6 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാ, 3 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാടാ, 488 ഇൻറ്റു 10⁻⁻9. ഇനി ഈ hc/λ എന്തിലാക്കണം, ഇലക്ട്രോൺ വോൾട്ടിലാക്കണ്ടേ. അതിന് ഞാൻ എന്ത് ചെയ്യും, ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് എന്ത് ചെയ്യടാ, ഡിവൈഡ് ചെയ്യും. മൈനസ് ഇനി എന്താണ് നമുക്ക് വേണ്ടത്, ഈ V0 വേണം അല്ലെ. അതിൻ്റെ അത് V0 എത്രയാണ്, 0.38 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ആണ് V0 ഇൻറ്റു ഈ എത്രയാണ് 1.6 ഇൻറ്റു 10⁻⁻19. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും, 2.54 എന്ന് കിട്ടും. മൈനസ് ഇത് ചെയ്യുമ്പോൾ ഇതും വെട്ടിപ്പോ 0.38 എന്നും വരും. ഈസിക്കൽ ടു എത്ര കിട്ടും, 2.16 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും, 2.16 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ എന്താ ആ ഒരു എമിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എത്ര വേണം, അതിന്റെ വർക്ക് ഫംഗ്ഷൻ 2.16 ഇലക്ട്രോൺ വോൾട്ട് വേണം. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11.10. വാട്ട് ഈസ് ദ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ്? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യമൊക്കെ ഈ ബുള്ളറ്റ് ഓഫ് മാസ് 0.040 കിലോഗ്രാം ട്രാവലിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 1 കിലോമീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, എ ബാൾ ഓഫ് മാസ് 0.060 kilogram moving at the speed of 1 meter per second. And C part എന്തുവാണ്, a dust particle of mass 1 into 10⁻⁻9 kilogram drifting with a speed of 2.2 meter per second. അപ്പൊ നമുക്ക് മൂന്നെണ്ണത്തിന്റെയും ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടെടുക്കാം. ആദ്യം നമുക്ക് ഓരോന്ന് ഇതും ചെയ്യാം. എ പാർട്ട് എടുക്കാം. അവിടെ മാസ് എത്ര തന്നിട്ടുണ്ട്, 0.040 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്.
മാസ് എത്രയാ മക്കളെ? 0.040 കിലോഗ്രാം ആണ്. ഇനി വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട്? 1 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. 1 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതിന് മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ എത്ര കിട്ടും? 1000 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടും. ഇനി എച്ചിന്റെ വാല്യൂ എത്രയാ? എച്ചിന്റെ വാല്യൂ 6.6 × 10⁻34 ജൂൾ സെക്കൻഡ് ആണ്. നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡ ഈസിക്കൽ ടു എന്താണ്? ലാംഡ ഈസിക്കൽ ടു h ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അവിടെ h എത്രയാണ്? 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 0.040 ഇൻറ്റു വെലോസിറ്റി എത്രയാടാ? 1000. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ 1.65 × 10⁻35 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടൂടാ മാസ്? 1.65 × 10⁻35 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്ക് ഏതായി? നമ്മുടെ ഫസ്റ്റ് ഓപ്ഷന്റെ ആൻസർ ആയി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്തോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നേ? എ ബാൾ ഓഫ് മാസ് 0.060 കിലോഗ്രാം മൂവിങ് അറ്റ് ദി സ്പീഡ് ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു ബാൾ ഉണ്ട്, അതിന്റെ മാസ് എത്രയാണ്? 0.060 കിലോഗ്രാം ആണ്. അത് എത്ര സ്പീഡിൽ പോകുന്നു? 1 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. അപ്പൊ മാസ് എടുത്ത് എഴുതാം 0.060 കിലോഗ്രാം. സ്പീഡ് എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എച്ചിന്റെ വാല്യൂ സെയിം തന്നെയാണ്. അപ്പൊ ലാംഡ ഈസിക്കൽ ടു എന്താണ്? h/mv ആണ്. ദാറ്റ് ഈസ് h എത്രയാ? 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 0.06 × 1. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.1 × 10⁻32 മീറ്റർ എന്ന് കിട്ടും. 1.1 × 10⁻32 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ബി പാർട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഏതിലോട്ട് പോടാം? സി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്തോ പറയുന്നത്? ഏ ഡസ്റ്റ് പാർട്ടിക്കിൾ. അവിടെ ഒരു ഡസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആദ്യം ഒരു ബുള്ളറ്റ് ആയിരുന്നു, പിന്നെ ബോളായി, ഇപ്പൊ ഏതാണ്? ഡസ്റ്റ് ആണ്. ആ ഡസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് എത്രയാണ്? 1 × 10⁻9 കിലോഗ്രാം ആണ്. അപ്പൊ സി മാസ് എത്രയാ? 1 × 10⁻9 കിലോഗ്രാം ആണ് മാസ്. സ്പീഡ് എത്രയാടാ? 2.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ലാംഡ ഈസിക്കൽ ടു h/mv അല്ലേ? 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് 1 × 10⁻9 ഇൻറ്റു വെലോസിറ്റി എത്രയാ? 2.2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? ഇത് രണ്ടും കൂടെ ഇട്ട് ഇവിടെ 3 കിട്ടും. 3 × 10⁻25 മീറ്റർ എന്ന് കിട്ടും. 3 × 10⁻25 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 3 കേസിനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11.11. Show that the wavelength of electromagnetic radiation is equal to the de Broglie wavelength of its quantum photon. അപ്പൊ ഫോട്ടോന്റെ എന്താണ്? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ആരുടെ വേവ്ലെങ്തിന് ഈക്വൽ ആണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ്ലെങ്തിന് ഈക്വൽ ആണ് ഷോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം മൊമെന്റം ഓഫ് ഫോട്ടോൺ, അതായത് മൊമെന്റം കണ്ടുപിടിക്കാം. മൊമെന്റം ഓഫ് ഫോട്ടോൺ ഹാവിംഗ് എനർജി h nu ഈസ്. h nu എനർജി ഉള്ള ഒരു ഫോട്ടോന്റെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തോടാ? h nu ഈസ്. എങ്ങനെ നമ്മൾ എഴുതുന്നത്? p = h/c അല്ലെ? h/c. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? h/λ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ലാംഡ ഈസിക്കൽ ടു എന്ത് കിട്ടും? എനിക്ക് h/p എന്ന് കിട്ടും. ലാംഡ ഈസിക്കൽ ടു h/p എന്ന് കിട്ടും. ഇനി ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് ഫോട്ടോൺ എന്തുവാ? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് ഫോട്ടോൺ എത്രയാണ്? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ലാംഡ ഈസിക്കൽ ടു h/mv ആണ് അല്ലെ? നമുക്കറിയാം എന്താ mv എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ് അല്ലെ? അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാടാ? ലാംഡ ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? h/p എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റും വേവ്ലെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആർക്ക് ഈക്വൽ ആണ്? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് ഫോട്ടോണിന് ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ.